പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഗമനകാലം സഭ നമ്മെ ക്ഷണിക്കുന്നത് ശബ്ദങ്ങളിൽ നിന്ന് ശാന്തതയിലേക്കും, ഓട്ടത്തിൽ നിന്ന് കാത്തിരിപ്പിലേക്കും, സംശയങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്കുമാണ്. ഇന്ന് നാം ഓർക്കുന്നത് സക്കറിയ എന്ന വൃദ്ധപുരോഹിതനെയാണ്. അദ്ദേഹം ശാന്തതയോടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ധൂപത്തിന്റെ സുഗന്ധം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. വർഷങ്ങളോളം അദ്ദേഹവും ഭാര്യയും ഒരു സന്താനത്തിനായി പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെന്ന് തോന്നി. അപ്പോൾ ദൈവം ഇടപെടുന്നു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ എലിസബത്തിന് ഒരു മകൻ ജനിക്കുന്നു. എങ്കിലും സക്കറിയ തന്റെ പ്രായത്തെയും ബലഹീനതയെയും നോക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം നിശബ്ദമാകുന്നു. ഈ നിശബ്ദത ശിക്ഷയല്ല, അത് ദൈവം നൽകുന്ന ഒരു പാഠശാലയാണ്. ആ നിശബ്ദതയിൽ സക്കറിയ ദൈവത്തെ കേൾക്കാൻ പഠിക്കുന്നു. കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്നു പേരിടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം തിരിച്ചുവരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകൾ പരാതിയല്ല, സ്തുതിയാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വർഷങ്ങൾക്കുശേഷം മറ്റൊരു പുരോഹിതൻ സംശയത്തോട് പോരാടുന്നു. ബോൾ സേന എന്ന പട്ടണത്തിൽ ഒരു പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുന്നു. ഇത് എന്റെ ശരീരമാണ് എന്ന് അദ്ദേഹം കർത്താവിന്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. എന്നാൽ തന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയരുന്നു. യേശു യഥാർത്ഥത്തിൽ ഇവിടെ സന്നിഹിതനാണോ? ദൈവം അവനെ തള്ളിക്കളയുന്നില്ല. അവന്റെ സംശയത്തിലേക്ക് തന്നെ ദൈവം കടന്നുവരുന്നു. ദിവ്യബലിയിൽ കർത്താവിന്റെ സാന്നിധ്യം വ്യക്തമായി വെളിപ്പെടുന്നു. പിന്നീട് സഭ ഈ സംഭവത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കുന്നു. ഈ സംഭവത്തിലൂടെ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ സഭയിലുടനീളം വ്യാപിക്കുന്നു. ഈ രണ്ടു പുരോഹിതന്മാർ നമ്മളെപ്പോലെയാണ്. അവർ കൈകളിൽ വിശുദ്ധ കാര്യങ്ങൾ വഹിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ട്. ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയുമോ? അവൻ യഥാർത്ഥത്തിൽ സന്നിഹിതനാണോ? എനിക്ക് അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുമോ? ആഗമനകാലം ഈ ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ഇത് കാത്തിരിപ്പിന്റെ കാലമാണ്. വാഗ്ദാനത്തിനും പൂർത്തീകരണത്തിനുമിടയിലുള്ള വിശുദ്ധ ഇടമാണ് ഇത്. സഭ നമ്മെ പഠിപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ യേശുക്രിസ്തു യഥാർത്ഥമായും സത്യമായും സാരമായി സന്നിഹിതനാണ്. അവന്റെ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം, മറിയിൽ നിന്ന് ജനിച്ച അതേ യേശു ഓരോ ദിവ്യബലിയിലും നമ്മുടെ അടുക്കൽ വരുന്നു. ഇമ്മാനുവൽ, നമ്മോട് കൂടെയുള്ള ദൈവം, ഇന്ന് ദിവ്യകാരുണ്യസന്നിധിയിൽ നമ്മെ കാത്തിരിക്കുന്നു. ഈ ആഗമനകാലത്ത് സന്തോഷത്തേക്കാൾ നിശബ്ദതയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട. ആ നിശബ്ദതയിൽ ദൈവം പ്രവർത്തിക്കുന്നു. ദിവ്യബലിക്കു ശേഷം ദിവ്യകാരുണ്യസന്നിധിയോട് ദൃഷ്ടി നിക്ഷേപിക്കൂ. ലളിതമായി പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. നമ്മുടെ നിശബ്ദത പ്രാർത്ഥനയായി മാറട്ടെ. നമ്മുടെ കാത്തിരിപ്പ് പ്രതീക്ഷയായി മാറട്ടെ. നമ്മുടെ ജീവിതം സ്തുതിയായി മാറട്ടെ. ആമേൻ. If this reflection helped you, share it and stay with us for the next echo of His Word.